സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു സച്ചിദാനന്ദൻ്റെ ഈ ഇടതുപക്ഷ മുന്നണി അവർക്ക് നല്ലത് മാറലാണെന്നും അവർ നല്ലൊരു പ്രതിപക്ഷമായിട്ട് ഭരിക്കണം എന്നും ഉള്ള ഒരു ഉപദേശം കേട്ടിരുന്നു. ബുദ്ധിജീവികളുടെ ഉപദേശം. അത് ശരിയാണ്. പക്ഷേ അതിനെ എത്രയോ കാലമായിട്ട് അപ്പോൾ ഞാനതിന് ശേഷം ഈ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ അഭിമുഖം കേട്ടിരുന്നില്ല. മാതൃഭൂമിയായിട്ട് അദ്ദേഹം നടത്തിയ അഭിമുഖം കേട്ടു. അതേപോലെ നേരെ മറിച്ച് സാറാ ജോസഫിൻ്റെ അഭിമുഖം കേട്ടിട്ടില്ല. നേരെ മറിച്ച് എം.എൻ. കാരശ്ശേരിയുടെ അഭിമുഖം കുറേ കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഈ ഇടതുപക്ഷത്തോട് ഭയങ്കര സ്നേഹം. മാത്രമല്ല അതിൻ്റെ ഒരു ആശയത്തോട്, മനുഷ്യ വിമോചനത്തോട്, ലിബറേഷനോടൊക്കെ നല്ല പ്രതിപത്തിയുള്ളവരാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആശയം മാത്രമേ വേണ്ടുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മെച്ചം, അതുകൊണ്ടുണ്ടാകുന്ന സൗകര്യം അവർക്ക് പ്രശ്നമേ അല്ല. കാരണം അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പണ്ടേ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ നിസ്വരായ ജനത ഉണ്ടല്ലോ, ഗാന്ധിജി പറയുന്ന പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചറിഞ്ഞിട്ടല്ലെങ്കിലും അവർ അതിൻ്റെ ഗുണം എന്താണെന്ന് തിരിച്ചറിയില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു കാളലുണ്ടാവും. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ നോക്കുക, 1957 ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നതിൻ്റെ ബാക്കി പത്രമായിട്ട് കിട്ടിയ 3 കാര്യങ്ങൾ. ഒന്ന്, സാധാരണ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലം. അത് ഇന്ത്യയിലും കേരളത്തിലും നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു. ഏറ്റവും ആദ്യം അതാണല്ലോ. ഒന്നുമില്ലാത്ത ആൾക്ക് കൊടുക്കാൻ കഴിയുന്ന ദാനം അധ്വാനശേഷിയാണ്. അത് വിറ്റാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന പ്രദേശമായി കേരളം മാറിയതിന് പ്രധാന കാരണം പലതുമാണെന്നർത്ഥം. എന്തായാലും 2016 പിണറായി വിജയൻ കയറുമ്പോൾ എന്തായിരുന്നു അവസ്ഥ നിങ്ങൾ നോക്കണം. നേരെ മറിച്ച് ഇപ്പോഴോ ഇത് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മനുഷ്യാധ്വാനത്തോടുള്ള ആ ബഹുമാനം, അതിനുള്ള പ്രതിഫലം കൊടുക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനമാണെന്ന്. പിന്നെ രണ്ടാമത്തതൊന്ന്, ശരിക്ക് 1957 EMS മിനിസ്ട്രി വന്ന് ആദ്യമായിട്ട് 2 കാര്യങ്ങളാണ് ചെയ്തത്. രണ്ടും
പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് നമ്മുടെ ബുദ്ധിജീവികൾ അതിലിടപെട്ടു. നമ്മുടെ ഈ സച്ചിദാനന്ദനെ പോലെ ഈ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട്, കൂടുതൽ കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്നതുകൊണ്ട്, അത് തലയിൽ കയറിയതുകൊണ്ട്, അല്ലെങ്കിൽ എം എൻ കാരശ്ശേരിയെ പോലെ കമ്മ്യൂണിസത്തെ അവർ വളരെയധികം സ്നേഹിക്കുന്നതുകൊണ്ട്, ബുദ്ധിപരമായി സ്നേഹിക്കുന്നതുകൊണ്ട്, അവരുടെ നേതൃത്വത്തിൽ 2 കൊല്ലം കൊണ്ട് ഇവരെ പിരിച്ചുവിടാൻ, അത് പ്രതിപക്ഷത്തിരുത്താൻ പറ്റിയ രീതിയിൽ ആക്കി കളഞ്ഞു. അതുകൊണ്ടുണ്ടായ ഗുണം അല്ലെങ്കിൽ ദോഷം എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളിൽ പ്രത്യേകം ഞാൻ പറയാം. ഒന്ന്, ഭൂപരിഷ്കരണ നിയമം അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിന് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ പിന്നെയും 2 കൊല്ലം കൊണ്ട് പിന്നെയും പുറത്തിരുത്തി. പിന്നെ ഏകദേശം ഒരു അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് 80കളിലാണ് കയറണമെന്ന് തോന്നുന്നു. അത് തന്നെ എത്രയോ സമരം ചെയ്തിട്ട് ആണ് ഈ ഭൂപരിഷ്കരണ നിയമം വളരെ മോശമായ രീതിയിൽ നിവൃത്തിയില്ലാതെ അവർ അത് പാസ്സാക്കി, അത് എക്സിക്യൂട്ട് ചെയ്തെടുത്തത്. മിച്ചഭൂമികളൊക്കെ പിടിച്ചെടുത്ത് അത് വിതരണം ചെയ്യുക എന്നുള്ളതൊന്നും യഥാർത്ഥത്തിൽ നടന്നില്ല, വേണ്ട രീതിയിൽ നടന്നില്ല. അതിന് പകരം നമ്മുടെ ഈ സച്ചിദാനന്ദൻ അല്ലെങ്കിൽ എം എൻ കാരശ്ശേരി ആദികൾ അവർക്കൊക്കെ ഭൂമി ഉണ്ടായിരുന്നു. ഭൂമിയുള്ള 11% ജനങ്ങളുടെ ഭാഗത്തായിരുന്നു ഇവരൊക്കെ. നേരെ മറിച്ച് 89% ജനങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഭൂമി ഉണ്ടായിരുന്നില്ല. അത് ജന്മിയുടെയും കോവിലകത്തിൻ്റെയും അമ്പലത്തിൻ്റെയും മറ്റും പേരിലായിരുന്നു. ആകെ വിരലെണ്ണാവുന്ന, അതായത് ആകെയുള്ള ഇപ്പം ലഭ്യമായ കണക്കനുസരിച്ച് ആകെ 11%, അത് കേരളത്തിലായാലും കുറവായിരുന്നു. 11% ബ്രിട്ടീഷ് ഇന്ത്യയിൽ 11% പേർക്ക് മാത്രമേ സ്വന്തമായി കരമടച്ചിരുന്നുള്ളൂ. അല്ലെങ്കിൽ നികുതി കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നമ്മൾ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഭരണഘടന നികുതി കൊടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഉള്ളവരുടെ ഭരണഘടനയാണ് നടത്തുക, ഇല്ലാത്തവരുടെ ഭരണഘടന ഇല്ലാതെ. ഉള്ളവരായ ഇന്ത്യക്കാർക്ക് ഒന്നായിട്ടായിട്ട് ആ ഉള്ളത് നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഭരണഘടനയാണ്. അതുകൊണ്ടാണ് അതിൽ മനുഷ്യന് കമ്പൽസറിയായി ജീവിക്കാൻ ആവശ്യമായ ഒന്നും ഇല്ല, അതിലൊന്നും ഉറപ്പ് വരുത്തിയിട്ടില്ല. നേരെ മറിച്ച് ഉള്ളവർക്ക് ഓപ്ഷനിലായിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള എല്ലാം അതിലുണ്ട്. മതം, അഭിപ്രായം, സ്വത്തവകാശം, ഇതൊക്കെ ഉള്ളവനുള്ളതാണ്. അത് മുഴുവൻ അതിൽ നിലനിർത്തിയിട്ടുണ്ട്. അതിൽ സോഷ്യലിസ്റ്റ് എന്നോ സെക്കുലർന്നോ എന്നൊക്കെ പറയുന്നതൊക്കെ പുറത്തേക്ക് പറയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അതിൻ്റെ അകത്തേക്ക് കയറിയാൽ
അത് വളരെ കൂടുതൽ വെള്ളക്കാരൻ്റെ താല്പര്യത്തിനനുസരിച്ച് വെള്ളക്കാരൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാർ അവർക്ക് വേണ്ടി അവരുടെ സമ്പത്തും എല്ലാം നിലനിർത്താനായിട്ട് സംരക്ഷിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഭരണഘടന തന്നെയാണ് എന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശുദ്ധവായു ഇല്ല, ശുദ്ധവായുവിൻ്റെ അവകാശം അതിൽ ഉറപ്പിച്ചിട്ടില്ല. ഇപ്പോൾ മനുഷ്യന് കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും വേണ്ട എന്തൊക്കെ? ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, പിന്നെ വിശ്രമസ്ഥലം, പിന്നെ പറ്റുമെങ്കിൽ വിദ്യാഭ്യാസം, പറ്റുമെങ്കിൽ തൊഴിൽ, പറ്റുമെങ്കിൽ ന്യായമായ കൂലി. അതൊക്കെ പിന്നീടുള്ളതാണ്. ഈ 3-4 കാര്യങ്ങൾ അതിൽ ജീവിക്കാനുള്ള അവകാശം തന്നിട്ട് കൊടുത്തു. നേരെ മറിച്ച് അതിൽ വളരെ കൃത്യമായിട്ട് സ്വത്തവകാശം അതിൽ നിലനിർത്തി. സോഷ്യലിസ്റ്റാണ്, എന്നാലും സ്വത്തവകാശം. അപ്പോൾ ഇപ്പോഴുള്ള സ്വത്തുകൾ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ബാക്കി 89% ജനങ്ങൾക്ക് അല്ലെങ്കിൽ മണ്ണുണ്ടാവുക? അതായത് തനി വെള്ളക്കാരൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുണ്ട്, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട ഒരു ഭരണഘടന, അതിൻ്റെ ആൾക്കാർ തയ്യാറാക്കിയ ഒരു ഭരണഘടന മാത്രമാണിത്. നമ്മളെ ഈ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉള്ളവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് അയച്ച് ഉള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. ഈ 89% ജനങ്ങളെയും ഒരിക്കലും അവർ മനുഷ്യരായിട്ട് കണക്കാക്കിയിട്ടില്ല. അപ്പോൾ അതങ്ങനെയാണ് അതിൻ്റെ സത്യം നൃത്തം. ഞാൻ പറഞ്ഞു വന്നത് ഈ വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ വളരെ ഈ പ്രജയാക്കാനുള്ള ഉണ്ടായ വിദ്യാഭ്യാസം. ഇത് പ്രജാവിദ്യാഭ്യാസമാണ്. ഈ പ്രജാവിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർക്ക് എപ്പോഴും ഒരു പ്രജയായിട്ടിരിക്കാനേ പറ്റുള്ളൂ. പ്രജ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യജമാനൻ പറയുന്നതൊക്കെ അനുസരിക്കുന്ന, അത് വളരെ അനുസരണയോടെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരാൾ. അല്ലാതെ സ്വയം കണ്ടെത്തി സ്വയം താല്പര്യങ്ങൾ മനസ്സിലാക്കി സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പൗരൻ നമ്മൾ ഇന്നും ആവാതിരിക്കാനുള്ള പ്രധാന കാരണം ഈ പ്രജാവിദ്യാഭ്യാസമാണ്. ഈ പ്രജയായിട്ടിരുന്നാലും അതിൽ അക്കാലത്ത് പ്രജയാണെങ്കിൽ പോലും ഉള്ളവരുണ്ടായിരുന്നു. അവരുടെ പ്രതികരിക്കുന്ന ആൾക്കാരാണ് ഈ ബുദ്ധിജീവികളെല്ലാം. സച്ചിദാനന്ദനായിക്കോട്ടെ, എം.എൻ. കാരശ്ശേരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാറാ ജോസഫ് ആയിക്കോട്ടെ, ഇവരൊക്കെ അക്കാലത്തെ സമ്പന്ന എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നല്ല, കുറച്ചെങ്കിലും സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നവരാണ്. നേരെ മറിച്ച് ജന്മിമാരായിരുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് വന്ന അന്തമില്ലാത്ത ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം, സമത്വം, സ്വാതന്ത്ര്യം, ഇതൊക്കെ വലിയ മഹത്തരമാണ്, അതെന്തായാലും മനോഹരമാണ് എന്നൊക്കെ അവർക്ക് തോന്നുന്നതായിരിക്കും. അങ്ങനെയുള്ളവരുടെ ജൽപ്പനങ്ങളാണ് ഇവരിത് മാറണം, ഇത് കൂടുതൽ നന്നാവാൻ മാറുക നല്ലത്, അഹന്തയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അടുത്തൊന്ന്, അതിപ്പോൾ ഇതുകൊണ്ടുണ്ടായ ദോഷം എന്താണെന്ന്, ഈ ഭൂപരിഷ്കരണ നിയമം കൃത്യമായിട്ടോ
വ്യക്തമായിട്ടോ നടപ്പിലായില്ല. അത് പാസ്സായി കിട്ടുമ്പോഴേക്കിന് അവർക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നീട് അത് പാസ്സാക്കിയത് 67 കുറച്ചെങ്കിലും. അതിന് 2 കൊല്ലം കൊണ്ടും എന്നിട്ട് തന്നെ എത്രയോ മിച്ചഭൂമി സമരങ്ങൾ അത് ഇതൊക്കെ നടത്തിയിട്ടാണ് ഒരു പരിധിവരെ ഗവൺമെൻറ് ഇത് ഏറ്റെടുത്ത് കാടായ കാടൊക്കെ കാട്ടുകള്ളന്മാരെ കൊണ്ട് കയ്യേറി അതിന് മാഫിയകളും മതമാഫിയകളും ഒക്കെ കൂട്ടുചേർന്ന് അതൊക്കെ കയ്യേറി ഇതൊക്കെ വരുത്തി തീർത്തത് യഥാർത്ഥത്തിൽ ഈ 57 മിനിസ്ട്രിയെ പൂർണ്ണമായി 5 കൊല്ലം ഭരിക്കാൻ അനുവദിക്കാത്ത അപ്പോഴേക്കാണ് ഇവർക്ക് ഈ ബുദ്ധിജീവികൾക്ക്. അപ്പം അതിലൊരാളായിരുന്നു CJ തോമസ്. ഈ അന്നത്തെ സാഹിത്യ നഭോമണ്ഡലത്തിൽ ഏറ്റവും തിളങ്ങി നിന്നിരുന്ന ഒരാളാണ്. അയാളുടെ അവതാരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സച്ചിദാനന്ദനും M.N. കാരശ്ശേരിയും സാറാ ജോസഫൊക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പം പറഞ്ഞപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞില്ലേ അതിന് അല്ലെങ്കിൽ M.N. കാരശ്ശേരി കമ്മ്യൂണിസം വളരണം, അത് തകർന്നു പോകാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അവർ പ്രതിപക്ഷത്തിരിക്കാൻ നല്ലത്. പക്ഷേ ഈ 89% ഭൂമിയില്ലാത്ത മണ്ണില്ലാത്ത ഒരു പിടി മണ്ണ് പോലും ഇല്ലാത്ത അവകാശപ്പെടാനാവാത്ത ജനത ഉണ്ട് ഇവിടെ. അവരിലെ എല്ലാവർക്കും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത ഗുണം മനസ്സിലായിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കുക, ഇന്നിപ്പോൾ കേരളത്തിൽ ഏകദേശം എല്ലാ ആ മാനദണ്ഡം വെച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 47 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇവിടെ തെരഞ്ഞെടുപ്പിൽ അത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇലക്ഷനായിരുന്നു. ഈ ഇലക്ഷന് 11% പേർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവരെ നികുതി കൊടുക്കുന്നുള്ളൂ, അവർക്ക് മാത്രമേ ഭൂമിയുള്ളൂ, ഭൂമി അല്ലെങ്കിൽ ഇൻകം ടാക്സ്. അപ്പോൾ അത് ആകെ ഇത്ര പേരെയുണ്ട്. അങ്ങനെ അവർ ഈ ബാക്കിയുള്ള 89% ആൾക്കാർക്കും ഭൂമി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും കുറച്ച് ആൾക്കാർക്കെങ്കിലും അതിൻ്റെ ചെറിയ ബോധമുണ്ട്. അവരെന്തായാലും ഈ ഗവൺമെൻറ് നിലനിൽക്കണം എന്ന് തന്നെ പറയുള്ളൂ. ഈ 89% ജനങ്ങളുണ്ടല്ലോ, അവരിന്ന് അവർക്ക് സ്വന്തമായിട്ട് കുടിയിറക്കാത്ത അല്ലെങ്കിൽ പോടാതെ പോകണ്ടാത്ത അവരുടെ സ്വന്തമായ അവർ സ്വന്തം ടാക്സ് കൊടുക്കുന്ന ഒരു ചെറിയ കൂരെങ്കിലും ഉണ്ട്. പണ്ടത് ഉണ്ടായിരുന്നില്ല. കൂരൊക്കെ പൊളിച്ച് തീയിട്ട് വലിച്ചെറിഞ്ഞിരുന്ന അവസ്ഥ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ളവരുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന 89% ജനങ്ങളിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും നന്ദിയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. നിങ്ങളെ കുടുംബത്തിൽ നിന്നല്ല, കാരണം നിങ്ങൾക്കൊക്കെ പണ്ടേ സ്വത്തുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടാവില്ല, നിങ്ങളത് പോയിട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ജന്മിമാരുടെ സ്വത്ത് പിടിച്ചെടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അതായത് മിച്ചഭൂമി ആയിട്ട് പോയിട്ടേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഞങ്ങളതൊന്നും അങ്ങനെയല്ല. ഇപ്പം എല്ലാവർക്കും ഭൂമി കിട്ടാൻ, എല്ലാവർക്കും ഇറങ്ങിപ്പോടാന്ന് പറയുമ്പോൾ ഇതെൻ്റെ ഭൂമിയാണ്, ഞാനിവിടെ കിടന്ന് മരിക്കും
എന്നെ ഇവിടെ കുഴിച്ചിടാം എന്ന് പറയാനുള്ള അവകാശം കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം അതേപോലെ തന്നെ പിന്നെ ഇത് തകർത്ത പോലെ തന്നെ മറ്റൊരു രീതിയിൽ കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ് അതും ഇപ്പോൾ ഞാൻ സത്യമായിട്ട് പറയട്ടെ, ഞാനൊരു ഗണിതാധ്യാപകനാണ്. മാത്രമല്ല ഈ വിദ്യാഭ്യാസം തന്നെ ശരിയല്ല. ഇത് പ്രജകളെ ഉണ്ടാക്കാനായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. ഈ പ്രജകളെ ഉണ്ടാക്കണ വിദ്യാഭ്യാസമെങ്കിലും ആദ്യം കൊടുത്തുപോയെങ്കിലേ ഇതല്ല വിദ്യാഭ്യാസം, പൗരൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇതല്ല. പ്രജ എന്ന് പറയുന്നത് ഒരവകാശമില്ലാത്ത ഒരാളാണെന്നും അവനുള്ള വിദ്യാഭ്യാസം പോരാ. ഒരു പൗരൻ എന്ന് പറഞ്ഞാൽ ഉടമയാണ്, കൈകാര്യസ്ഥനാണ്, കാര്യസ്ഥനാണ്, മാനേജറാണ്. ഇതൊക്കെയാണ്. അങ്ങനെയുള്ള പൗരൻ്റെ എങ്ങനെ ഭരിക്കണം, എങ്ങനെ സമൂഹത്തെ സമൂഹം സേവിക്കപ്പെടണം എന്നൊക്കെ തീരുമാനിക്കേണ്ട അവകാശമുള്ള ഒരാളാണ് പൗരൻ. ആ പൗരനുള്ള വിദ്യാഭ്യാസം വേറെയാണെന്ന് പോലും ഇന്നും ഇവിടെയുള്ള ഏറ്റവും പുരോഗമനവാദികളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ആയിട്ടില്ല എന്നുള്ളത് ഞാൻ മറച്ചു വെച്ചുകൊണ്ടല്ല പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഞാൻ സർവാത്മന പിന്തുണക്കാനുള്ള കാരണം പ്രജാവിദ്യാഭ്യാസമെങ്കിലും ഇവിടെ സാർവത്രികമാകാൻ ഏറ്റവും പ്രധാന കാരണം മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന മുണ്ടശ്ശേരി എന്ന് പറഞ്ഞ മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബന്ധ ബില്ലാണ് കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ്. അതനുസരിച്ച് എല്ലാവർക്കും അന്നുവരെ മാനേജ്മെൻറ്റ്, അതായത് ഈ ജന്മിമാരുടെ സ്കൂളുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ജന്മിമാർക്ക് ഗവൺമെൻറ് ചെറിയൊരു ഗ്രാൻഡ് കൊടുക്കും. ജന്മിമാർ അവർക്ക് ഇഷ്ടമുള്ള കാശ് അധ്യാപകർക്ക് കൊടുക്കും. അങ്ങനെ അധ്യാപകൻ്റെ ഗതി അധോഗതിയായിരുന്നു. അത് മാറിക്കിട്ടിയതും നേരിട്ട് ശമ്പളം ഗവൺമെൻറ് നേരിട്ട് കൊടുക്കുന്നതും മാത്രമല്ല, സ്കൂളൊക്കെ ഗവൺമെൻറ് അന്ന് വരെ നിയമനം മാനേജർക്കായിരുന്നു. അതങ്ങനെയല്ല, ശമ്പളം ഗവൺമെൻറ് കൊടുക്കുമ്പോൾ നിയമനവും ഗവൺമെൻറ് നടത്താൻ എന്നുള്ള അതിമഹത്തായ ഒരു പുരോഗമന ആശയം ആയിരുന്നു KER. അത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നീട് വന്ന ഗവൺമെൻറ് ശങ്കർ വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് ആ നിയമനാധികാരം മാനേജർക്ക് കൊടുത്തതുകൊണ്ട് ഉണ്ടായ അപകടം എന്താ വെച്ചാൽ അതിലാണ് ഇപ്പോഴും നമ്മൾ കെട്ടിമറിയുന്നത്. അതുകൊണ്ട് ഉപകാരം ഉണ്ടായില്ല എന്ന് പറയുന്നില്ല, ഉപകാരം ഉണ്ടായി. കുറേ ആൾക്കാരെ അധ്യാപകരായിട്ട് നടക്കേണ്ട ആൾക്കാരിൽ നിന്ന് കാശ് കോഴ വാങ്ങി ആ പൈസ കുറേ സ്കൂളിന് വേണ്ടിയിട്ട് ചിലവാക്കി. സ്കൂളുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്ന ഈ പ്രജാവിദ്യാഭ്യാസത്തിൽ നിന്ന് പൗരവിദ്യാഭ്യാസത്തിലേക്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അപകോളനീകരണം അത് നടന്നില്ല. അതിപ്പോഴും നടക്കണില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളൊക്കെ അവരുടെ യഥാർത്ഥത്തിലുള്ള കഴിവുകൾ ഹോമിക്കാൻ, നഷ്ടപ്പെടുത്താൻ, കരിച്ചു കളയാൻ ആണ് ഇന്നത്തെ പ്രജാവിദ്യാഭ്യാസ രീതി. എന്നത്തെ അപ്പോൾ
അത് തുടരുന്നു. നേരെ മറിച്ച് നമ്മൾ അന്നേ യഥാർത്ഥത്തിൽ ഇത് ലെവലിൽ കയറിയിരുന്നെങ്കിൽ, അതായത് PSC മാനേജ്മെൻറ്റ്, PSC അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും ഏറ്റെടുത്ത് നടന്ന് അതങ്ങനെ കൃത്യമായിട്ട് 5 കൊല്ലം കൊണ്ട് കിട്ടുമായിരുന്നു. 5 കൊല്ലം കൊണ്ട് അങ്ങനെ തുടങ്ങുമായിരുന്നു. പിന്നെ അത് മാറ്റാൻ കഴിയില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഈ സച്ചിദാനന്ദനും എം കാശ്ശേരിയും പോലുള്ളവർ അതിനെങ്ങനെയെങ്കിലും ഇല്ലാതാക്കി. അതാണ് അതുകൊണ്ടുണ്ടായ പ്രശ്നം എന്താ? ഇന്നും നമ്മൾ പ്രജാവിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. നേരെ മറിച്ച് പ്രജാവിദ്യാഭ്യാസം വേണ്ട പോലെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാലെങ്കിലും ഇതിനെന്തോ കുഴപ്പമുണ്ടെന്നും. യഥാർത്ഥത്തിൽ പ്രജാവിദ്യാഭ്യാസമല്ല വേണ്ടത്, പൗരവിദ്യാഭ്യാസമാണ്. അതിന് ഓരോ കുഞ്ഞിൻ്റെയും തനതായ കഴിവുകൾ, അന്തർലീനമായ അവൻ്റെ വ്യക്തിപരമായ കഴിവുകൾ പരമാവധി പരിപോഷിപ്പിച്ച് പരിശീലിപ്പിച്ച് അത് സമൂഹത്തിന് ഉതകുന്ന രീതിയിലേക്ക് ഒരു റീഡിഫൈൻ ചെയ്യേണ്ട കാലം എന്നൊക്കെ നടക്കുമായിരുന്നു. അത് നടക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ തലച്ചോറ് കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ഇന്ത്യ 145 കോടി ജനങ്ങളുള്ള ഇന്ത്യ മുന്നിലെത്തുക. ഈ തലേൻ്റെ ഉള്ളിലുള്ള ഈ സാധനം, അതായത് മനുഷ്യ മസ്തിഷ്കം കൃത്യമായിട്ട് അത് ജനിച്ച അന്ന് മുതൽ വേണ്ട രീതിയിൽ പരിപോഷിപ്പിച്ച് അതിനെ പരിശീലിപ്പിച്ച് അതിനെ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് മുന്നിലെത്താൻ കഴിയുള്ളൂ. ചൈനക്കാരങ്ങനെയാണ് എത്തിയത്. അതായത് ചൈനക്കാരെത്താനുള്ള കാര്യം അവരറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവർ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വിദ്യാഭ്യാസക്രമം പുതുതായിട്ട് പുനരാവിഷ്കരിച്ചവരാണ്. നേരെ മറിച്ച് നമ്മളൊന്നും അങ്ങനെയല്ല. പണ്ടത്തെ വിദ്യാഭ്യാസം പ്രജാവിദ്യാഭ്യാസം തുടർന്നവരാണ്. കാരണം നമ്മൾ പണ്ടത്തെ വിദ്യാഭ്യാസം അതിനെ പരിപോഷിപ്പിച്ചു, അതിന് നമ്മൾ ശമ്പളം കൊടുത്തു, അത് നല്ല കെട്ടിടങ്ങളുണ്ടാക്കി. അതെങ്ങനെയാണ്? നേരെ മറിച്ച് അവർക്കൊരു വലിയ ഗുണം ഉണ്ടായത് എന്താ വെച്ചാൽ മാവോ സേത്തൂങ്ങിൻ്റെ കുറേ വിഭ്രാന്തിജനകമായ കുറേ സ്വപ്നങ്ങളാണ്. അദ്ദേഹം ഇന്ത്യയും ചൈനയും ഏകദേശം ഒരു സമാനമായ സംസ്കാരം, അതായത് സമാനമായ സാമ്പത്തിക നിലവാരമൊക്കെ ഉണ്ടായിരുന്നതാണ്. രണ്ടും ഈ വെള്ളക്കാരൻ്റെ അധിനിവേശം വരുന്നതിന് മുമ്പ് തുല്യമായിട്ടുണ്ടായിരുന്നു. അവിടെ അതിനുശേഷം അവിടെ പണ്ട് മുതലേ ഇന്ത്യയെപ്പോലെ തന്നെ പണ്ട് മുതലേ അവർക്ക് വിദ്യാപീഠങ്ങൾ, സർവകലാശാലകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തച്ചുടച്ച് എല്ലാ ആൾക്കാരെയും വിജ്ഞാനത്തിൻ്റെ വിദഗ്ധരാണെന്ന് പറയുന്ന ജ്ഞാനികളൊക്കെ അടിച്ചോടിച്ച് അവരോടൊക്കെ നാട്ടും പുറത്തിൽ സാധാരണക്കാരൻ്റെ കൂടെ പോയി ജീവിക്കാനും അവരെ പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു. അങ്ങനെയാണ് അവിടെ വിദ്യാഭ്യാസം പെട്ടെന്ന് വ്യാപകമായി. പിന്നീട് അത് ഈ സ്വാതന്ത്ര്യ പരിസരത്ത് ലിബറേറ്റ് ചെയ്ത ഒരു പരിസരത്ത് പിന്നീടാണ് അവരുടെ വിദ്യാഭ്യാസം രണ്ടാമത് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതോടുകൂടി ആദ്യമായി
ജനാധിപത്യ വിപ്ലവം നടന്നതിന് ശേഷം, ജനാധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ അവരുടെ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്നതിന് ശേഷം അവരുടെ വിദ്യാഭ്യാസം അവർക്ക് മെനയാനായി. അതുവഴി ഒരു വലിയ പരിധിവരെ, ഇപ്പോൾ അവിടെ ഞാൻ കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായിരുന്നു, കണക്ക് പഠിപ്പിക്കണില്ല, നേരെ മറിച്ച് കണക്ക് പഠിപ്പിക്കാത്തവർക്ക് ആണ് ഈ 2000 മുതൽ 2025 വരെയുള്ള കഴിഞ്ഞ 25 കൊല്ലത്തേക്ക് ഒരു കൊല്ലം മാത്രമേ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ സ്വർണ്ണ മെഡൽ എന്നും അവരുടെ കയ്യിലാണ്. അപ്പോൾ ഈ കണക്ക് പഠിപ്പിക്കാതെ സ്വയം പഠിക്കാനുള്ള അവസരം ഒരുക്കുമ്പോൾ ഉണ്ടാവുന്ന മനുഷ്യ വിഭവത്തിൻ്റെ അനന്ത സാധ്യതകളാണ് അത് കാണിക്കുന്നത്. ഈ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അനന്ത സാധ്യതകൾ ചികയുന്ന, അത് അന്വേഷിക്കുന്ന, അതിനായിട്ട് അഹോരാത്രം പാടുപെടുന്ന, ഉറക്കമുണർന്ന് അല്ലെ ഉറങ്ങാതെ അതിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ ഈ പൗരവിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ കുഞ്ഞും എങ്ങനെ തൻ്റെ കഴിവുകളെ, തന്നിൽ നിക്ഷിപ്തമായ പ്രകൃതി തനിക്ക് തന്ന കഴിവുകളെ പരമാവധി സമൂഹത്തിന് ഉപകാരമായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, അത് ഉപയോഗപ്പെടുത്താം എന്നുള്ള ഇതിനുള്ള ക്രൂസിബിളുകളാണ്, വർക്ക്ഷോപ്പുകളാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മഹത്തായ ലക്ഷ്യബോധത്തെക്കുറിച്ചിട്ട് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ നമ്മളെ ഏറ്റവും പുരോഗമനവാദികളെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ആയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ നോക്കണം, മനസ്സിലാക്കണം. അപ്പോഴേ യഥാർത്ഥത്തിൽ നമ്മുടെ നില എന്താണെന്നും അതിന്ന് നമ്മളെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും മനസ്സിലാക്കണമെങ്കിൽ അതൊക്കെയാണ് ആവശ്യം. അങ്ങനെ ഈ പ്രജാവിദ്യാഭ്യാസത്തിൽ നിന്ന് പൗരവിദ്യാഭ്യാസത്തിലേക്ക് കടക്കാനുള്ള ചാൻസ് നമുക്ക് നഷ്ടപ്പെടുത്തിയത് എൻ്റെ അഭിപ്രായത്തിൽ ഈ വിമോചന സമരക്കാരാണ്, അല്ലെങ്കിൽ ഈ ബുദ്ധിജീവികളാണ്. അവരാണ് അന്ന് അതിന് ആശയപരമായ നേതൃത്വം കൊടുത്തത്. മറ്റ് ഇപ്പോൾ CIA-യുടെയും അമേരിക്കയുടെയും പിന്നെ അതേപോലെ കോൺഗ്രസിൻ്റെയും പള്ളിയുടെയും പട്ടക്കാരുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ സ്വാധീനം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് ആശയപരമായ നേതൃത്വം കൊടുത്തത് ഈ ബുദ്ധിജീവികളാണ്. അതായത് ഉള്ളവരായിരുന്ന, ഇപ്പോൾ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടായില്ലേ, അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാക്കിയില്ലേ, അതിൽ പറയുന്ന ഈ 11%, അതിൽ പറയണമൊക്കെ കളവാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, വി എന്ന് പറയുന്നത് ഈ 11% പേരാണ്. യഥാർത്ഥത്തിൽ അതുപോലും അവർ പറയേണ്ടിയിരുന്ന വി ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ ഹാവ്സ്, അല്ലെങ്കിൽ ഈ ഞങ്ങൾ സ്വത്ത് അവകാശം അല്ലെങ്കിൽ സ്വത്തുള്ള 11% ജനങ്ങളുടെ പ്രതിനിധികൾ അവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്.
അല്ലാതെ ഇന്ത്യക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയതല്ല നമ്മളെ ഭരണഘടന. അതുപോലും മനസ്സിലാക്കാൻ നമ്മളുടെ പുരോഗമനവാദികൾക്ക് പോലും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ മനുഷ്യന് ആവശ്യമായ മൗലികമായ ആവശ്യങ്ങളൊന്നും അതിലില്ല. എന്നാന്ന് വെച്ചാൽ ഐച്ഛികമായ ഈ സമ്പത്തുള്ളവർക്ക് ആവശ്യമായതെല്ലാം ഉണ്ട്. മതമുണ്ട്, സ്വത്തുണ്ട്, അഭിപ്രായമുണ്ട്, ഇതൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. നേരെ മറിച്ച് ശുദ്ധവായുവിനില്ല, ശുദ്ധജലത്തിനില്ല, ശുദ്ധഭക്ഷണത്തിനില്ല, ഒരു കൂരക്കില്ല, വിശ്രമിക്കാനൊരു ഇടത്തിനില്ല, വിദ്യാഭ്യാസത്തിനില്ല, ഇതൊന്നുമില്ല. അങ്ങനെ നമ്മളെ കൂർണ കുപ്പിയിലാക്കിയ പോലെ ഇറക്കിയിരിക്കുകയാണ്. നമ്മളൊക്കെ മസ്തിഷ്ക പ്രാക്ഷാളനം നടത്തി വെള്ളക്കാരനാട് പോയിരിക്കുകയാണ്. അവന് വേണ്ടിയിട്ട് ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കുന്ന നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ട്രംപ് പറയുന്ന ചാടിക്കളിക്കലാണ് നരേന്ദ്രമോദി ചെയ്യണമെങ്കിൽ നമ്മളൊക്കെ തന്നെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ തന്നെ അതിൻ്റെ മുമ്പ് ചെയ്ത ചാടിക്കളിക്കലാണ് നടത്തുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉള്ളവരുടെ ഇതല്ലാത്ത, അതായത് ഈ 89% ജനങ്ങൾക്ക് ഇവിടെ ഭൂമി ഉണ്ടായിരുന്നില്ല. അത് ഞാൻ വായിച്ചത്, ഞാനൊരു കണക്ക് മാഷാണ്. ഈ ഇതിൽ താല്പര്യമുള്ളതുകൊണ്ട് വായിച്ചു പോയതാണ്. നമ്മളെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിഡിൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ KS ശർമ്മയും ഒരു നാഗിറും കൂടി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലാണ് ഞാൻ ഇതൊക്കെ ഒരു പരിധിവരെ മനസ്സിലാക്കി. അത് അവർ കന്നഡക്കാരായതുകൊണ്ട് കേരളത്തിൻ്റെ വിവരമില്ല, മലബാറിൻ്റെ വിവരമില്ല. ആകെ ബ്രിട്ടീഷ് ഇന്ത്യയുടെയാണ് അവർ കൂട്ടി ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ഞാൻ 11% എന്ന് പറഞ്ഞത്. വേറെ ആരോ പറയുന്ന കേട്ടു. ഉദാഹരണമായിട്ട് നാസർ കൊളായി അദ്ദേഹം ഒരു ഇതിൽ പറഞ്ഞു കേരളത്തിലത് അത്രയും ഉണ്ടായിരുന്നില്ല. അത്രയും കുറഞ്ഞ പേർക്ക് അന്ന് ഈ ഭരണഘടനാ സമിതിയിലെ ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തിരഞ്ഞെടുത്ത ആൾക്കാർ എങ്ങനെയാണ് ഇന്ത്യയുടെ ഒന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്തതെന്ന് പറയാം? നുണയല്ലേ അത്? അതായത് അവരെ വിചാരമൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകം മുഴുക്കിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 89%, അതായത് നിസ്വരായിരുന്ന, സ്വന്തമായിട്ടൊരു ഭൂമി ഇല്ലാതെ, ഈ ഒരു തലചായ്ക്കാനൊരിടമില്ലാതെ, അവകാശമായ ഒരു കൊച്ചു കൂര പോലും സ്വന്തമായ മണ്ണിലില്ലാത്ത 89% ജനങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞങ്ങളൊക്കെ. നിങ്ങളാ 11% പെട്ടുള്ളതായിരുന്നു. ഈ 89% കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അത് അവർ ചെയ്തത് കൊണ്ടാണ് ഇത് കിട്ടിയെന്ന് നന്ദി ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഉള്ള കുറേ ആൾക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പിലും അടുത്ത തെരഞ്ഞെടുപ്പിലും എല്ലാ തെരഞ്ഞെടുപ്പിലും
കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ അധികാരത്തിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെങ്കിലും, കുറച്ച് വകതിരിവുള്ളവർ. എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായിട്ടുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. അതായത് അവർക്ക് ഈ ഭൂമിയൊക്കെ കിട്ടിയത് അവരുടെ കഴിവുകൊണ്ടാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും അതിലൊന്നും ഒരു ചുക്കുമില്ല, അതെല്ലാവർക്കും കിട്ടുന്നതാണ് എന്ന് വിചാരിക്കുന്ന എത്രയോ മണ്ടന്മാരുണ്ട്. നിങ്ങൾ ഓർക്കുക, ഈ KER പോലുള്ള ഒരു വിദ്യാഭ്യാസ ബന്ധ ബില്ല് മറ്റു ഒരു സംസ്ഥാനത്തിലുമില്ല. എന്നാൽ പോലും നമ്മൾ ഈ അറബി മാഷന്മാരുടെയൊക്കെ വിചാരം എന്താ? ഞാൻ അറബി എന്നുള്ള നിലക്കല്ല പറഞ്ഞത്. മുജാഹിദ്, മുസ്ലിം ലീഗ്, ജമാഅത്ത് അവരൊക്കെ ഈ വളരെ സുഖകരമായി അധ്യാപകരായിട്ട് ജോലി ചെയ്ത് എല്ലാം ആസ്വദിക്കുമ്പോഴും അവർക്കൊന്നും അത് മനസ്സിലായിട്ടില്ല. അവരൊക്കെ അതൊക്കെ പടച്ചവൻ്റെ കഴിവുണ്ട് ആണെന്ന. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇന്നും കേരളത്തിന് പുറത്ത് ഇതേപോലെ KER പോലെ ഒന്നില്ല. ഇല്ലയെന്ന് മാത്രമല്ല, പരിതാപകരമാണ്. ഈ ഇന്ത്യ രാജ്യത്തെ പല സ്റ്റേറ്റുകളിലും വളരെ പരിതാപകരമായ രീതിയിൽ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലൊക്കെ, ഇപ്പോൾ ആസാമിൽ നമ്മളെ കുറേ സുഹൃത്തുക്കൾ പോയിട്ടുണ്ടായിരുന്നു. അവരൊരു സ്കൂളിൽ പോയപ്പോൾ ആ സ്കൂളിലെ അധ്യാപകരുടെ ശമ്പളത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആകെ 10,000 റുപ്യക്ക് ഒപ്പിട്ട് കൊടുക്കണം, അതിൽ 5,000 റുപ്യ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ശരിയാണോ സത്യമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. പക്ഷേ ഇവിടെയുള്ള KST ഇപ്പോൾ അറബി സംഘടനകളുടെ KATF പോലുള്ള സംഘടനകളൊക്കെ വിചാരം എന്താണ്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിച്ച മറ്റ് രാജ്യങ്ങളിൽ നിന്നും KER പോലുള്ള സമഗ്രമായ ഒരു വിദ്യാഭ്യാസ അല്ലെങ്കിൽ അനധ്യാപക ശമ്പള പരിഷ്കരണം നടക്കാത്തത്? ഇതൊന്നും നമുക്ക് ഇപ്പോൾ അവരൊക്കെ ഇത് ആസ്വദിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും എന്താ അറിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ തന്നെ ഈ 89% പെടുന്നവരാണെങ്കിൽ പോലും അവർക്കൊന്നും തല ഉണ്ടാവില്ല. അവരൊക്കെ ഈ സച്ചിദാനന്ദൻ്റെയും MN കാരശ്ശേരിയുടെയും സാറാ ജോസഫിൻ്റെയും കൂടെ തന്നെ പിന്നാലെ അവരൊക്കെ വലിയ ബുദ്ധിജീവികളായിട്ട് കണ്ട് വെക്കും എന്നുള്ളതൊരു സത്യം. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ നാടിനെ പിറകോട്ട് നയിക്കുക, സ്വാഭാവികമായുണ്ടാവുന്ന വികാസവും വളർച്ച പുരോഗതിയും തടയാൻ ഇവർ ഇടയ്ക്കൊന്ന് കയറിയാൽ മതി. പണ്ടൊക്കെ 10 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ കയറിയെന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആദ്യമായിട്ട് ഒന്നിച്ച് ഒരു 10 കൊല്ലം കിട്ടി. ഇനി എത്ര കാലം അതുകൊണ്ടുണ്ടായിരുന്ന മെച്ചം എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണുന്നതാണ്. ഇപ്പോൾ കൂലി കൂടുതലായത്, അധ്വാനത്തിൻ്റെ ശേഷി, തൊഴിലെടുക്കുന്ന നിസ്സരായ ജനങ്ങളുടെ ഭൂമിയില്ല, മറ്റ് സ്വത്തുക്കളില്ല, അവർക്കും അധ്വാനിക്കാനുള്ള കഴിവുണ്ട്. ആ അധ്വാനത്തിന് പ്രതിഫലം ഏറ്റവും കൂടുതൽ കിട്ടുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം ഈ 10 കൊല്ലത്തെ ഭരണം തന്നെയാണ്. ഇത് അവർക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കാതിരിക്കാൻ നമ്മളെ മനോരമാദി മാധ്യമം പത്രം പോലുള്ളവരൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും കുറേശ്ശെങ്കിലും ആൾക്കാർക്ക് അത് അനുഭവപ്പെടുന്നുണ്ട്. ഒരു വലിയ പരിധിവരെ കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് മെല്ലെ മെല്ലെ ബോധ്യമാവുന്നുണ്ട്
എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തില്ല. എന്തായാലും എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഈ ബുദ്ധിജീവികളൊക്കെ തന്നെ നല്ലത് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ VK പറഞ്ഞ പോലെ കംപ്ലീറ്റ് വെള്ളം വന്നിട്ട്, മഴ പെയ്ത് വെള്ളം വന്ന് ഈ ജലപ്രളയപ്പോൾ പാടത്തൊക്കെ മൂടി നിന്നപ്പോൾ ശരിയാണ് ഇപ്പോഴെങ്കിലും സോഷ്യലിസം വന്നു എന്ന പോലത്തെ സോഷ്യലിസത്തെ അത്രത്തോളം അതിഭാവുകമായും ഒരു സ്വപ്നതുല്യമായും കാണുന്നവരാണ് എന്നേ പറയാനുള്ളൂ. അവർക്കൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ വിഷമറിയില്ല, വിശപ്പറിയില്ല, ഇല്ലായ്മയുടെ യഥാർത്ഥ അനുഭവം അവർക്കൊന്നുമില്ല. അതുള്ള ഒരാളാണെങ്കിൽ കുറച്ച് തലയും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല അത് മനസ്സിലാക്കാൻ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.